മോർണിംഗ്. ഇന്നലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വർക്കലയിലെത്തി. വർക്കലയിൽ കുറച്ച് മാറിയിട്ടുള്ള സ്ഥലത്താണ് സ്റ്റേ ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലാണ്. കുറച്ച് ദിവസം വർക്കലയിൽ പീസ്ഫുള്ളായിട്ട് സ്റ്റേ ചെയ്യുക, കുറച്ച് സ്കെച്ചുകൾ ചെയ്യുക, അതൊക്കെയാണ് എൻ്റെ വർക്കലയിലോട്ടുള്ള വരവിൻ്റെ ഉദ്ദേശം. ഒന്നുമില്ല, കുറേ നാളായി വർക്കലയിൽ എത്തിയിട്ട്. ഒരു 2 വർഷം മുമ്പ് ഞങ്ങളുടെ CS-ൻ്റെ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു. അന്നാണ് വർക്കലയിൽ ലാസ്റ്റ് വന്നത്. നല്ലൊരു ഇവൻ്റായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് വർക്കലയിട്ട് വരുന്നത്. അടിപൊളി സ്ഥലമാണ് കേട്ടോ, കാപ്പിൽ ബീച്ച്. വർക്കല മെയിൻ ബീച്ചിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ഇങ്ങോട്ട് റൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാപ്പിലെത്തി. കാപ്പിൽ ശരിക്കും ഒന്നുമില്ല, നല്ല ബീച്ചാണ്, ഫിഷർമാൻസിൻ്റെ ഏരിയ ആണ്. ആ സൈഡിൽ ഫിഷിംഗ് ഏരിയ, ഹാർബർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇങ്ങോട്ട് വെറുതെ നടക്കാം. കുറേ രാവിലെ നടക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കണ്ട വ്യൂസാണ്. ഒരു റിസോർട്ടുണ്ട് അവിടെ. പിന്നെ ഇതൊരു ബാക്ക് വാട്ടറാണ്, ഒരു ചെറിയ വലിയൊരു പുഴ പോലെ. അതവിടെ കടലിൻ്റെ അവിടെ ജോയിൻ്റ് ആവും. വളരെ നല്ലൊരു സ്ഥലമാണ്. അടിപൊളി. ഇന്ന് ബീച്ചിൽ ഇറക്കാൻ പറ്റില്ല, ക്യാമറ ഒരിക്കലും വെള്ളത്തിൽ ഇറക്കാൻ പറ്റില്ല. ഗോപ്രോയുടെ കാര്യത്തിൽ ദർ ഈസ് നോ ഗ്യാരണ്ടി. വാട്ടർ പ്രൂഫ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫ് ആണെന്ന് അവർ പറയുന്നു. പക്ഷേ വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞപ്പോൾ എല്ലാ ക്യാമറക്കും, നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ ക്യാമറക്കും പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളത്തിൽ ഇറക്കുന്നില്ല. എന്തായാലും മോർണിംഗ് ബീച്ചിലൂടെയുള്ള ഈ വാക്ക് വളരെ രസമാണ്. വളരെ ഒരു നല്ല പോസിറ്റീവ് ക്ലീൻ ബീച്ചാട്ടോ, അടിപൊളി. ആ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ആഴമുണ്ട്. പിന്നെ ബീച്ച് എപ്പോഴും ഒരു നല്ല റിഫ്രഷിംഗ് ആണ്, പോസിറ്റീവാണ്. ഞാൻ കുറച്ച് ദിവസം നല്ല വർക്കായിരുന്നു, ഭയങ്കര ഒരുപാട് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്കൊരു ബ്രേക്ക് വേണമെന്ന് തോന്നി. സോ ഐ കെയിം ടു ദിസ് പ്ലേസ്. വർക്കല ഈസ് മൈ ഫേവറേറ്റ് പ്ലേസ് ഇൻ കേരള, ഫേവറേറ്റ് ബീച്ച്. അതിൽ ഒരു നല്ല സ്ഥലമാണിത്. ഇപ്പോൾ കൊച്ചിയിൽ ബീച്ച് ഉണ്ടെങ്കിലും അത്ര ഒരു സുഖമൊന്നുമില്ല. ചെറായി എല്ലാം കുറേ കൊമേഴ്ഷ്യലാണ്. ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടോ, ഒരു മനുഷ്യനില്ല, ഫുള്ള് വിജനാണ്. ഇടയ്ക്കൊക്കെ ഇതുപോലെ നമ്മൾ വർക്കൊക്കെ ചെയ്ത് സ്ട്രെസ് ചെയ്ത് ഒരുപാട് സ്ട്രെസ്സായിട്ടിരിക്കുമ്പോൾ ബീച്ചിലോട്ട് വരിക. നല്ല സ്ഥലത്ത് അത് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണം. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് പോയിട്ട് ആ കിട്ടുന്ന ഫീലുണ്ടല്ലോ, നമ്മൾ എവിടെയെങ്കിലും പോയിരുന്ന്. ഞാൻ എടുത്തേക്കുന്നത് ചെറിയൊരു ഡോർമെട്രിയാണ്, ഒരു 250 റുപ്പീസൊക്കെ ഉള്ള ചെറിയൊരു ഡോർമെട്രിയാണ്. അവിടെ ജസ്റ്റ് ആരുമില്ല, ഇപ്പോൾ ഓഫ് സീസണാണ്. ഒരു ആശ്രമമാണ് അവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഗസ്റ്റൊന്നുമില്ല. ഞാനിങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് സ്റ്റേ തന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് വർക്കൊക്കെ ചെയ്ത് കൊടുക്കണം, അങ്ങനെ. അപ്പോൾ ഒരു ഗിവൻ ആൻഡ് ടേക്ക് ആണ്, ഒരു പോളിസിയാണ് അങ്ങോട്ട്. എല്ലാവരും അങ്ങനെയാണല്ലോ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ ഇരിക്കും. ഞാൻ വർക്ക് ഇവിടെ കുറച്ച് സ്കെച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്, ലൈവ് പെയിൻറ്റിംഗ് ഒക്കെ. അപ്പോൾ ഞാൻ ഇന്നലെ വന്നോളൂ. അപ്പോൾ ഇനി അത് ചെയ്യണം, ലൈവ് സ്കെച്ചും പെയിൻറ്റിങ് കുറച്ച് ചെയ്യണം ഇവിടെ. നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്.
ഞാനിപ്പോൾ വർക്കല സൗത്ത് ബീച്ചിലാണ്. പാവനാശം മെയിൻ ബീച്ചിൽ നിന്ന് ഇറങ്ങി ലെഫ്റ്റോട്ട് പോയി കഴിഞ്ഞാൽ റീച്ച് ഇൻ സൗത്ത് ബീച്ച്. വലിയ തിരക്കൊന്നും ഇല്ലാത്ത ബീച്ചാട്ടോ. നോർത്തിലോട്ട് പോകുമ്പോഴാണ് കൂടുതൽ തിരക്കൊക്കെ ഉള്ളത്. ഇവിടെ വളരെ തിരക്ക് കുറവാണ്. ഞാനിപ്പോൾ ഈ ക്ലിഫിൻ്റെ മുകളിലാണ്. കുറച്ച് ഡേഞ്ചറാണ് കയറി വരുന്നത്. അത്ര ഉറപ്പുള്ള മണ്ണൊന്നുമല്ല. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് കാണാൻ വേണ്ടി കയറിയതാണോ. അടിപൊളി വ്യൂ ആണ്. ഈ സൗത്ത് ക്ലിഫിൽ ഇവിടെ ഒരു വെള്ളമുണ്ട്. ഈ പാറയുടെ ഉള്ളിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഓൾമോസ്റ്റ് ഇത് ക്ലീൻ വാട്ടർ ആണെന്നാണ് പറയുന്നത്. ഞാനിവിടെ നിന്നിട്ടൊരു സ്കെച്ച് ചെയ്യാമെന്ന് വെച്ചു. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു സ്കെച്ച് നന്നായിട്ട് നോക്കി ചെയ്യാൻ പറ്റും നമുക്ക്. പെയിൻറ്റ് ചെയ്യുന്നത് ഞാൻ വീട്ടിൽ പോയിട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ നിന്നിട്ട് പെയിൻറ്റ് ചെയ്യൽ കുറച്ച് റിസ്ക്കാണ്. മോർണിംഗ് ഞാനൊന്നും എടുത്തില്ല. ഞാൻ എവിടെയെങ്കിലും നല്ല സ്ഥലങ്ങൾ നോക്കിയിട്ട് വേണം ഞാൻ ചെയ്യാനായിട്ട്.